ഗുഡ് മോർണിംഗ്. പശ്ചിമേഷ്യയിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ നിഫ്റ്റി ഏകദേശം 880 പോയിൻ്റാണ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഇസ്രായേൽ ലെബനോനെ ആക്രമിച്ചതിന് ശേഷം വീണ്ടും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായിട്ടുള്ള വലിയൊരു ഗ്യാപ്പ് അപ്പും പിന്നെ അതിനെ തുടർന്നിട്ടുള്ള ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റും. അതൊരു മാർക്കറ്റിൽ ശാശ്വതമായിട്ടുള്ള ഒരു കയറ്റമല്ല. കാരണം താൽക്കാലികമായിട്ട് മാത്രമാണ്, രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് യുദ്ധം അവസാനിപ്പിച്ചിട്ടുള്ളത്. യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, വെടിനിർത്തൽ മാത്രമാണ് നിർത്തിയിട്ടുള്ളത്. അത് വീണ്ടും ഒരു യുദ്ധത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും താഴോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നാൽ മാത്രമേ നിലവിലുള്ള ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോഴും ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു ഗ്യാപ്പ് 23,156 തൊട്ട് 23,827 വരെയുള്ള ആ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. ഏകദേശം 800 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. അത് മാർക്കറ്റിന് അത്ര സുഖമുള്ള ഒരു ഗ്യാപ്പല്ല. മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഇല്ലാതെ പോകും. അവിടെ നിന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഫില്ല് ചെയ്യാണ്ട് പോകുന്ന മാർക്കറ്റ് ഒരിക്കലും അവിടെ നിലനിൽക്കത്തില്ല. എപ്പോഴായിരുന്നാലും മാർക്കറ്റ് ആ ഒരു ലെവലിലോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനേക്കാളും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നിഫ്റ്റി കയറി പോകുന്നതാണ് നിഫ്റ്റിക്ക് ഗുണം ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 200 പോയിൻ്റ് അടുപ്പിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവായിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്, ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റൊക്കെ എല്ലാം ചെറിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നലെ എനിക്ക് 1200 പോയിൻ്റ് അടുപ്പിച്ചാണ് ഡൗ ജോൺസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യണം. ഏകദേശം 21 പോയിൻ്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയിൽ CPR വരുന്നത് ചെറിയൊരു വൈഡ് CPR ആണ്. 23,927 തൊട്ട് 973 വരയ്ക്കുള്ള ഒരു CPR ആണ് വരുന്നത്. ഏറ്റവും താഴെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇന്നലെ ഓപ്പൺ ചെയ്ത ആ ഒരു ഏരിയ ആണ്. ഇന്നലെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത 23,875 തൊട്ട് 23,889 വരെയുള്ള ലെവല് മാർക്കറ്റ് നിഫ്റ്റിക്ക് സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ലെവലിന് മുകളിലാണ് മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് ഇന്നലത്തെ റെസിസ്റ്റൻസ് ഏരിയയായ 24,000 മുകളിൽ 24,65, 24,081 വരെയും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. 23,875 താഴെ ഓപ്പൺ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് താഴോട്ടൊരു ഫോളിനുള്ള സാധ്യതയുള്ളൂ. 23,875 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ്